Hi friends, ഞാൻ Goodson kattappana. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് മൈന്യൂട്ടായിട്ട് വരുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതായത് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് വരുത്തുന്ന ചില തെറ്റുകൾ. ഇത് കാർ ഡ്രൈവിംഗ് നമ്മൾ തിരിച്ചറിയാതെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഡ്രൈവിംഗ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് കഴിയാതെ വരും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ കൃത്യമായിട്ട് ഒന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇത്തരത്തിലിടുന്ന ഡ്രൈവിംഗ് ടിപ്സുകളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇനി ഒരു 2-3 ദിവസം പത്തനംതിട്ട റാന്നിയിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പ്രാക്ടീസ് നൽകുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ്. ഡ്രൈവ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിവിടെ എൻ്റെ ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. മൈന്യൂട്ടായിട്ട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒപ്പം ക്ലച്ച് ഞാൻ എങ്ങനെയാണ് ആ ടൈമിൽ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മളൊരു വാഹനം ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ വണ്ടി കിടക്കുന്നത് ചെറിയൊരു സ്ലോപ്പിലാണ്. അതായത് വണ്ടി ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, വണ്ടി എടുക്കുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്ലച്ചിലേക്ക് ഇത് ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് ക്ലച്ച് ഓട്ടും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ക്ലച്ച് ഓട്ടിയപ്പോൾ വണ്ടി ബാക്കിലേക്ക് ചെറുതായിട്ടൊന്ന് അനങ്ങി. ഇപ്പം ഞാനപ്പോൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ചെറിയൊരു സ്ലോപ്പിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു നിരപ്പ് റോഡിലാണെങ്കിലും നമ്മൾ ഡ്രൈവിങ്ങിൽ ശീലമാക്കേണ്ട ഒരു കാര്യമാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ബ്രേക്കിൽ കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടാവുള്ളൂ. ഇത് മൈന്യൂട്ടായിട്ട് ബിഗിനേഴ്സ് ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇത് മുഖാന്തരം വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ബ്രേക്കിൽ കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പം നമ്മൾ സേഫായിട്ട് വാഹനത്തെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു, വണ്ടി എടുക്കുകയാണ്. ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ചിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകണം. ക്ലച്ച് കൂടുതൽ ശ്രദ്ധയോടെയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്, പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്, അതായത് വണ്ടി നീങ്ങുന്ന പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ ആദ്യം കാലൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നമുക്ക് വണ്ടി ഇതുപോലെ എടുക്കാം. കണ്ടോ? അപ്പം ഇതാണ് നമ്മൾ ക്ലച്ച് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അതായത് നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടി എടുത്താൽ പോരെ. എന്നാൽ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഇടുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലയക്കണോ അതോ പതിയെ തന്നെയാണോ പിന്നെ ഓരോ ഗിയർ ഇടുമ്പോൾ കാലയക്കേണ്ടത്? ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്. അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന റോഡിൻ്റെ സാഹചര്യത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ ഗിയർ ഇട്ടിട്ട് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ക്ലച്ചിൽ നിന്ന് കാലയക്കാൻ. ചില സിറ്റുവേഷനിൽ നമുക്ക് ഓരോ ഗിയർ ഇട്ടിട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടി വരും. ചില സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് സ്ലോയിൽ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടി വരും. എന്നാലും നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ചെടുക്കുന്നത് പോലെ അത്രയും പതിയെ നമുക്ക് മറ്റൊരു ഗിയറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നിങ്ങളൊന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ ഓരോ ഗിയർ ഇടുമ്പോൾ റോഡ് മനസ്സിലാക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് എത്ര വേഗത്തിൽ കാലയക്കണം എന്നുള്ളത് നിങ്ങളെ കാണിക്കുക. ഇത് മൈന്യൂട്ടായിട്ട് നിങ്ങൾ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ പോവാണ്. ഇനി ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വളവും തിരിവൊക്കെ ഉള്ളൊരു റോഡാണ്, ഇറക്കമാണ് ഞാനിങ്ങനെ വരുന്നത്. ഇനി ഇറക്കം കഴിഞ്ഞിട്ട് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വളവിൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇനി തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിച്ച് തേർഡ് ഇടുന്നു. അപ്പോൾ ഇവിടെയുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി
നല്ല മൂവ്മെൻറ്റ് പോവാണ്. ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡ് ഗിയർ ഇടുന്നു. 1, 2, 3 സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഒരു 3 സെക്കൻഡാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലച്ചിൽ നിന്ന് തേർഡ് ഗിയറിൽ ഇട്ടിട്ട് കാലയക്കാൻ എടുത്ത്. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ തേർഡ് ഗിയറിൽ പോവാണ്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ വണ്ടിക്ക് കുറച്ചും കൂടെ മൂവ്മെൻറ്റ്സ് നൽകുന്നു. നല്ലൊരു മൂവായി. ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. 1, 2, 3 സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. അപ്പോൾ 3 സെക്കൻഡിനുള്ളിലാണ് കാലയച്ച്. ഇനി ഗിയർ ഡൗൺ ചെയ്യാണ്. ഫോർത്തിൽ നിന്ന് തേർഡ് ഇടുന്നു, ക്ലച്ച് പിടിക്കുന്നു. 1, 2 സെക്കൻഡിനുള്ളിൽ കാലയച്ചു. വീണ്ടും ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു. 1, 2 സെക്കൻഡിനുള്ളിൽ കാലയച്ചു. അതായത് ഗിയർ ഡൗൺ ചെയ്ത സമയത്ത് അടുപ്പിച്ച് കയറ്റം വന്നപ്പോൾ ഞാൻ ക്ലച്ച് റിലീസ് ചെയ്തത് എന്താണ്? ഒരു 2 സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടാൽ ഉടൻ 2 സെക്കൻഡുകൾക്കുള്ളിൽ കാല് റിലീസ് ചെയ്തു. കാരണം എന്താണ്? നമ്മളൊരു ഫോർത്ത് ഗിയറിൽ പോയപ്പോൾ മുന്നിലൊരു കയറ്റം വന്നു. കയറ്റം വന്ന സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി കയറ്റം കയറി പോകത്തുള്ളൂ. ഉദാഹരണം പറയാം, നമ്മൾ ഫോർത്ത് ഗിയറിൽ പോയപ്പോൾ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടേണ്ട സിറ്റുവേഷൻ വന്നു കയറ്റത്ത്. അപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തേർഡ് ഗിയർ ഇട്ടിട്ട് 1-2 സെക്കൻഡ്, 2 സെക്കൻഡെങ്കിലും മതി. അതിനുള്ളിൽ തന്നെ നമ്മൾ കാലയച്ചില്ലെങ്കിൽ എന്താണ്? വണ്ടി നമുക്ക് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ, ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഗിയർ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കും തേർഡിലേക്കും ഫോർത്തിലേക്ക് ഇടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. മൈന്യൂട്ടായിട്ടുള്ള ചില പോയിൻ്റാണ്. ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിത് പതിയെ വണ്ടി എടുക്കുന്നു. ഇനി സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം. നിങ്ങൾ നോക്കിയേ, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 4 സെക്കൻഡിനുള്ളിലാണ് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 4 സെക്കൻഡൊക്കെ മതി. നമുക്ക് അത്രയും ഒരു ടൈം എടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാം. നിങ്ങൾ നോക്കി കണ്ടോ, ഇത്രയും സാവധാനത്തിൽ റിലീസ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ഗിയർ ഇടുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടാനും തേർഡ് ഇടാനും ഫോർത്ത് ഇടാനും വണ്ടിക്കൊരു കുറച്ചൊരു ചലനം കൊടുക്കത്തില്ല. ചെറിയൊരു മൂവ് ആകും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അടുത്ത ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? വണ്ടിക്ക് ഉള്ളിൽ ജെർക്കുണ്ടാകും, വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു മൂവ് ഇട്ടിട്ട്, മൂവ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഓരോ ഗിയറും മുന്നോട്ടിടാനായിട്ട്. ഡൗൺ ചെയ്യുമ്പോൾ നേരത്തെ ഇടുക, ഒരു 2 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റൊരു പോയിന്റും കൂടെ പറയാം. ഒരു വണ്ടി നിർത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒട്ടുമിക്ക ആൾക്കാരും എന്ത് ചെയ്യും? വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കും, എന്നിട്ട് ക്ലച്ചിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ്, അതായത് വേഗത കുറവാണെങ്കിൽ നമ്മൾ ആദ്യം ബ്രേക്കിലേക്ക് എടുത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വേഗതയും കൂടെ പെട്ടെന്ന് കുറഞ്ഞിട്ട് വണ്ടി ക്ലച്ച് ചവിട്ടുന്നതിന് മുന്നേ വണ്ടി തനിയെ എൻജിൻ ഇടിച്ചിട്ട് ഓഫായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വണ്ടി ഒരു പതിയാണ് വരുന്നത്, നമ്മൾ സൈഡിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ഇനി നല്ല സ്പീഡിലാണ് വരുന്നത്, ഒരു 4ാമത്തെ ഗിയറിൽ ആവറേജ് നല്ല സ്പീഡ് വരുമ്പോൾ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറച്ചിട്ട് പിന്നീട് നമ്മൾ ഇപ്പോൾ ഫോർത്തിലാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ആദ്യം ബ്രേക്കിലേക്ക് വരുന്നു, വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലച്ച് ഔട്ട് ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മളിത് ഇതുപോലെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി വരിക. ആ ഒതുക്കി വരുന്ന സമയത്ത് വീണ്ടും ക്ലച്ചും കൂടെ ചവിട്ടാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്നത് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം കയറ്റത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ കയറ്റത്ത് നമ്മളൊരു വണ്ടി നിർത്തിയെടുക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടത്. കയറ്റത്തു നിന്ന് നമുക്കൊരു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് ഒരു ടേൺ എടുക്കണം, കയറ്റം കൂടിയ ഒരു ടേണാണ്, അവിടെ നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ യൂസ് വരും. എന്നാൽ പല ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പേടിയാണ്. ഇപ്പം ഞാൻ അതിന് ഉദാഹരണം കാണിക്കും. ഇവിടെ നമ്മളൊരു വില്ലേജ് റോഡിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കയറണം. ഒരു കയറ്റം കൂടിയ റോഡാണ്, ഇങ്ങനെ കയറ്റം ഇടുങ്ങിയ റോഡ്, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കയറണം. അപ്പം തിരിഞ്ഞു കയറുന്ന ഒരു മെയിൻ റോഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്ത് വേണം വണ്ടി കയറാനായിട്ട്. എന്നാൽ ഇത് പല ആൾക്കാർക്ക് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് കോൺഫിഡൻറ്റ് കൂടുതലായിട്ട് വരും. നമുക്ക് വണ്ടി ഏതൊരു സ്ഥലത്തും ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡിൽ പോവാണ്, ക്ലച്ച് ഔട്ടിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു.
കണ്ടോ ഇവിടെ ഒരു കയറ്റമാണ്, എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. നോക്കുക കണ്ടോ, ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിയിട്ടാണ്. ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലും ആക്സിലറേഷനും കൂടെ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് വണ്ടി എടുത്തത്. അതായത് ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്തു, ആ സെയിം ടൈമിൽ നമ്മൾ ആക്സിലറേഷനും കൂടെ കൊടുത്തിട്ടാണ് വാഹനത്തെ അവിടെ എടുത്തത്. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ കയറ്റത്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കയറ്റത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ വണ്ടിക്ക് നല്ല മൂവ്മെൻറ്റ്സ് നൽകിയിട്ടേ ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ വാഹനം കൃത്യമായിട്ട് ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.